തൃശൂർ പഴയന്നൂരിൽ വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ നിന്നും തീ പടർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. സ്റ്റൗ കത്തിച്ച ഉടൻ സ്ഫോടന ശബ്ദത്തോടെ തീ ആളിപ്പടരുകയായിരുന്നു. അടുക്കളയിൽ നിന്നും കിടപ്പുമുറിയിലേക്ക് തീ ആളിപ്പടർന്നു. പഴയന്നൂർ സ്വദേശി സന്ധ്യ, മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഓടി വന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ഭൂകമ്പം പോലെ ശബ്ദം കേട്ട് വന്നപ്പോൾ പെൺകുട്ടി അങ്ങനെ കുത്തിയിരിക്കുന്നു. പിൻവശം മേച്ച് മുട്ടം ഇതാണ്ട് മേലിനും മുഖത്തും ഒക്കെ പാടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒന്നും എന്താന്നുള്ളത് വിവരിച്ച് പറയാൻ കിട്ടുന്നില്ല. കാരണം ആ വെപ്രാളത്തിൽ ഞങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കി ഞങ്ങൾ. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? ഈ രീതിയിലൊരു തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നാണ് കരുതുന്നത്? സന്ധ്യയും 8 വയസ്സുകാരിയായ മകൾ അനുശ്രീയെയും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഇരുവരും ചികിത്സയിലുള്ളത്. ഗുരുതരമായി തന്നെ സന്ധ്യയ്ക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പഴയന്നൂർ മേപ്പാടത്ത് പറമ്പിൽ തെഞ്ചേരി വീട്ടിൽ അരുൺകുമാറിന്റെ ഭാര്യയാണ് സന്ധ്യ. 31 വയസ്സുകാരിയാണ്. മകൾ 8 വയസ്സുകാരി അനുശ്രീ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ചായ തിളപ്പിക്കുന്നതിനായി ഗ്യാസ് കത്തിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തീ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ആളിപ്പടരുകയും പിന്നീട് അത് സ്ഫോടനമായി മാറുകയുമായിരുന്നു. ഈ സമയത്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ദേഹത്തും തീ പടർന്നു പിടിച്ചു. അങ്ങനെ 2 പേർക്കും പൊള്ളലേറ്റു. ഈ സമയത്ത് ഈ സന്ധ്യയുടെ ഭർത്താവായ അരുൺകുമാർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത അയൽവാസികളാണ് ഓടിക്കൂടിയതും ഈ തീ അണയ്ക്കാൻ വെള്ളമൊഴിച്ചും മറ്റുമൊക്കെ തീ അണച്ചതും തുടർന്ന് ആംബുലൻസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ച് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതും. ഏതായാലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 പേരും ചികിത്സയിലാണ്. സന്ധ്യയുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ലെവിൻ കെ വിജയൻ, തൃശൂരിൽ നിന്ന്.